ഹായ്. ആക്ച്വലി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഈ ഇൻബോക്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ നമ്മൾ അനലിറ്റിക്സ് സെക്ഷനിലാണുള്ളത്. ഈ അനലിറ്റിക്സിൽ ആക്ച്വലി നമ്മുടെ കണക്റ്റഡ് ചാനൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാനുള്ള ഓപ്ഷൻസ് പോസിബിൾ ആണ്. അതായത് ഇതിപ്പോൾ വാട്സാപ്പിൻ്റെ QR കോഡാണ്. ഈ വാട്സാപ്പിൻ്റെ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കണക്റ്റഡ് വാട്സാപ്പ് നമ്പറിലേക്ക് നമ്മുടെ ക്ലയൻസ് റീച്ച് ആവും. അപ്പോൾ ഈ ഇൻബോക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അർബൻ ചാറ്റിൻ്റെ ഇൻബോക്സ് നമുക്കിവിടെ 4 സെക്ഷൻസ് ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഇൻബോക്സിൻ്റെ ഓപ്ഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഓൾ മെസ്സേജസ് കാണാനുള്ള ഓപ്ഷനാണ് ഈ ഫസ്റ്റ് ഓപ്ഷനായിട്ട് കാണുന്നത്. അതുപോലെ നമുക്ക് തൊട്ട് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഹ്യൂമൻ മോഡും ബോട്ട് മോഡും. അത് മാത്രമല്ല നമുക്ക് വന്നിട്ടുള്ള കംപ്ലീറ്റ് കോൺവെർസേഷൻ ലിസ്റ്റാണ് നമുക്ക് സെക്കൻഡ് ഓപ്ഷനിൽ കാണാൻ പറ്റുന്നത്. എന്നാൽ തേർഡ് ഓപ്ഷനിൽ ഏത് കോൺവെർസേഷനാണ് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത് ആ കോൺവെർസേഷൻ്റെ കമ്മ്യൂണിക്കേഷൻസ് ആണ് നമുക്ക് തേർഡ് ഓപ്ഷനിൽ കാണുക. ഫോർത്ത് ഓപ്ഷൻ ഇവിടെ നോക്കിയാൽ നമ്മുടെ കസ്റ്റം ഫീൽഡ്സ് ആണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഓട്ടോമേഷൻസ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന, അതായത് അർബൻ ചാറ്റിൻ്റെ ബോട്ട് ക്യാപ്ചർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് ആണ് നമ്മുടെ ഈ കസ്റ്റം ഫീൽഡ്സിൽ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് ഇനിഷ്യലി നമ്മൾ ഓൾ കോൺവെർസേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ വന്നിട്ടുള്ള കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻസ് കാണാൻ പറ്റും. നമ്മൾ അർബൻ ചാറ്റിൻ്റെ ഒരു ഒമിനി ചാനൽ സിസ്റ്റം ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ഫിൽറ്ററിങ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഫിൽറ്ററിങ് ഓപ്ഷൻസിൽ നോക്കിയാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വരുന്നത് ഏത് ചാനലിൽ നിന്നാണെന്ന് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഫിൽറ്റർ ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻസ് മാത്രമാണ് കാണുന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റഗ്രാം സെഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻസ് മാത്രം കാണാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ വരുന്ന കോൺവെർസേഷൻസ് മാത്രമാണ് കാണുമെങ്കിൽ അങ്ങനെ നമുക്ക് ഫേസ്ബുക്ക് ചാനൽ മാത്രം സെലക്ട് ചെയ്താലും കാണാൻ പറ്റും. ഓൾ ചാനൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് കണക്റ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ചാനൽസിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻസ് നമുക്കൊരൊറ്റ ഡാഷ്ബോർഡിൽ തന്നെ കിട്ടും. ഇവിടെ ഈ ഓൾ ചാറ്റ്സ് എടുക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ, അതായത് കംപ്ലീറ്റ് കോൺവെർസേഷൻസ് കിട്ടും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഹ്യൂമൻ മോഡും ബോട്ട് മോഡും എന്ന് 2 ഓപ്ഷൻസ് വരാറുണ്ട്. ഈ ഹ്യൂമൻ മോഡെന്ന് വെച്ചാൽ നമ്മുടെ ചാറ്റ്, ഇപ്പോൾ ഈ ബോട്ട് മോഡ് അല്ലാത്തതായിട്ടുള്ള എല്ലാ കോൺവെർസേഷൻസും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഹ്യൂമൻ മോഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതൊരു ഡാർക്കണായിട്ട് ഇവിടെ കാണും. അടുത്ത നമ്മൾ സെലക്ഷനിലോട്ട് ബോട്ട് മോഡിലോട്ട് പോയാൽ ബോട്ട് മോഡിലുള്ള കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻസും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഹ്യൂമൻ മോഡും ബോട്ട് മോഡും ഒഴിവാക്കി നമുക്ക് വരുന്ന കംപ്ലീറ്റ് കോൺവെർസേഷൻസ് കാണാനായിട്ട് ഈ 2 ഓപ്ഷനും ഹൈലൈറ്റഡ് അല്ലാതിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ഓപ്ഷൻസ് ആണ്. ഇപ്പോൾ ഈ ഓൾ ചാറ്റ്സിൽ തന്നെ നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നിന്ന് ഇതിൻ്റെ ഒരു മെസ്സേജ് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഹായ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബോട്ട് മോഡ് ഡിസേബിൾ ആയി. ഓക്കെ, ഞാൻ വീണ്ടും ഇപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് നമുക്കൊരു മെസ്സേജ് അയക്കുകയാണെന്ന് വയ്ക്കുക. ക്ലയൻറ്റ് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇനിഷ്യൽ ഫോളോ അപ്പ് നമ്മുടെ ചാറ്റ് ബോട്ട് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാറ്റ് ബോട്ട് കമ്മ്യൂണിക്കേഷൻസിൽ വരുന്ന ആ ഇൻപുട്സ് ആണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ഈ കസ്റ്റം ഫീൽഡ്സിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇപ്പോൾ ക്ലയൻറ്റ് ഒരു വാട്സാപ്പ് API എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ AI ആണ് ചാറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മളടുത്ത് ഡെമോ ബുക്ക് ചെയ്യണമെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെമോ ബുക്ക് ചെയ്യണം എന്നാണ് ക്ലയൻറ്റ് ആവശ്യപ്പെടുന്നതെങ്കിൽ നമ്മൾ ഈ ബുക്കിങ്ങിലോട്ടുള്ള ആ ഒരു ഫ്ലോയിലോട്ട് ട്രിഗർ ആവും. അതായത് ഈ ക്ലയൻറ്റ് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം നമ്മുടെ സിസ്റ്റത്തിലേക്ക് ക്യാപ്ചർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് വരുന്ന ഈ കോൺടാക്റ്റ് ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ഈ ഫീൽഡുകളിൽ സേവ് ആവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ചാറ്റ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പേരെവിടെയാണോ കാണിക്കുന്നത് ക്ലയൻറ്റിൻ്റെ, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കോൺവെർസേഷൻ അസൈൻമെൻറ്റിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ വേറൊരു യൂസറിനെ നമുക്ക് വേണമെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ പേരിലോട്ടാണ് അസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് അസൈൻ ടു മീ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ അസൈൻ ചെയ്യുമ്പോൾ ഈ ഓൾ കമ്മ്യൂണിക്കേഷൻ്റെ തൊട്ട് താഴെ നമുക്കൊരു ഓപ്ഷൻ കാണുന്നുണ്ട്, മൈ ഇൻബോക്സ് എന്നുണ്ട്. ഈ മൈ ഇൻബോക്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അസൈൻ ചെയ്യുന്ന കോൺവെർസേഷൻസ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ യൂസേഴ്സിന് അസൈൻ ചെയ്യുന്ന കോൺവെർസേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യൂസറിന് അസൈൻ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് കോൺവെർസേഷൻസ് ആണ് നമുക്ക് ഈ സിസ്റ്റത്തിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ നമുക്കിവിടെ ഇത്രയും മെസ്സേജസ് വന്നിട്ടുണ്ട്. അതിൽ അൺഅസൈൻഡ് ആയിട്ട് എത്ര കോൺവെർസേഷൻസ് അവൈലബിൾ ആണ്, അതായത് ഒരു യൂസറിൻ്റെ പേരിലും നമ്മൾ അസൈൻ ചെയ്യാത്ത കോൺവെർസേഷൻസ് ആണ് ഈ അൺഅസൈൻഡ് കോൺവെർസേഷൻസ് ആയിട്ടാണ് ഇവിടെ കിടക്കുക. അതുപോലെ ഈ അൺറിപ്ലൈഡ് കോൺവെർസേഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് അൺറിപ്ലൈഡ് ആയിട്ടുള്ള, അതായത് അഡ്മിൻ റിപ്ലൈ പോയിട്ടില്ലാത്ത കോൺവെർസേഷൻസ്. ഫോർ എക്സാമ്പിൾ ദ ലാസ്റ്റ് പേഴ്സൺ ടു സെൻഡ് എ മെസ്സേജ് എന്ന് പറയുന്നത് ക്ലയൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള കോൺവെർസേഷൻസ് ആണ് നമ്മൾ അൺറിപ്ലൈഡ് കോൺവെർസേഷൻസ് ആയിട്ട് ഇതിനകത്ത് കാണാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫോളോ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നത്.
ഈ ഫോളോ അപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഈ ഓൾ ഇൻബോക്സിൽ വന്നിട്ട് ഇവിടെ തന്നെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള മെസ്സേജസിനെ നമുക്ക് ഫോളോ ചെയ്യേണ്ട ക്ലയൻസിനെ നമുക്ക് ഈ സ്റ്റാർ ചെയ്ത് വെക്കാൻ പറ്റും. ഈ സ്റ്റാർ ആണ് നമ്മുടെ ഫോളോ അപ്പ് എന്ന് പറയുന്ന സിമ്പിൾ. അപ്പോൾ നമ്മൾ ഈ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോളോ അപ്പിനകത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാർഡ് ആയിട്ടുള്ള എല്ലാ മെസ്സേജസും കാണാൻ പറ്റും. അതായത് നമുക്കുള്ള ഇമ്പോർട്ടൻറ്റ് കോൺവെർസേഷൻസ് കംപ്ലീറ്റ് നമുക്ക് ഈ വേണമെങ്കിൽ ഈ ഫോളോ അപ്പിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയും നമുക്ക് ഈ സിസ്റ്റം ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് അൺറെഡ് മെസ്സേജസ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ റീഡ് ചെയ്തിട്ടില്ലാത്ത മെസ്സേജസ് ആണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഓൾ കോൺവെർസേഷൻസ് എടുക്കുന്നു. ഓൾ കോൺവെർസേഷൻസ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കോൺടാക്റ്റ് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. കോൺടാക്റ്റ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ആരെയാണോ നമ്പർ സേവ് ചെയ്യുന്നത് ആ നമ്പർ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്പർ സേവ് ചെയ്ത് കൊടുക്കുക, ആളുടെ പേര് ഇപ്പം ഞാൻ ജസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുന്നു. എന്നിട്ട് ഒരു ജെൻഡർ നമ്മൾ സെലക്ട് ചെയ്യുക, റിക്വയർഡ് ആയിട്ടുള്ള, എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കണ്ടോ ഈ കോൺടാക്റ്റ് ഇവിടെ സേവ് ആയി. അപ്പോൾ ഇൻഡിവിജ്വൽ കോൺടാക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഈ ടീം ഇൻബോക്സ് ചെയ്യുന്ന നമ്മുടെ ഈ ഇൻബോക്സ് ചെയ്യുന്ന നമുക്ക് സേവ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു മീൻസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു കോൺടാക്റ്റ് ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. ഈ ക്ലയൻറ്റിൽ ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ഇനിഷ്യലി ക്ലയൻറ്റ് കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ആഡ് എൻക്വയറി വന്നാലാണ് നമുക്കിവിടെ സെഷൻ ആക്റ്റീവായിട്ട് വരിക. ഇപ്പോൾ സെഷൻ ആക്റ്റീവ് ആയിട്ടില്ലാത്ത കസ്റ്റമേഴ്സിന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് നമ്മൾ ഒന്നുകിൽ ഒരു ടെംപ്ലേറ്റ് മെസ്സേജ് ഇവർക്ക് സെൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്താൽ മനസ്സിലാവും ഏതെങ്കിലും ഒരു ഫ്ലോ ത്രൂ നമുക്ക് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ സെഷനുള്ള ഒരു കേസ് ഞാൻ എടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ഈ പാർട്ട് ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ ഈ ഓൾ ചാറ്റ്സ്, ഇൻ മൈ ഇൻബോക്സ്, അൺഅസൈൻഡ് കോൺവെർസേഷൻസ്, അസൈൻഡ് കോൺവെർസേഷൻ, ഇതെല്ലാം നമുക്ക് ഇതേ ചാറ്റ്സിൻ്റെ സെഗ്മെൻറ്റേഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട മെയിൻ പാർട്ടാണ്. ഇപ്പോൾ നമ്മുടെ ക്ലയൻറ്റിൻ്റെ യൂസർ നെയിം നമുക്കിവിടെ കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് അസൈൻമെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ അസൈൻമെൻറ്റ് ഓപ്ഷൻ്റെ ബിലോ ആയിട്ടാണ് നമുക്ക് മെസ്സേജസ് ടൈപ്പ് ചെയ്ത് അയക്കാൻ പറ്റുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹായ് ഹായ് മേ ഐ നോ മോർ ഡീറ്റെയിൽസ്, അങ്ങനൊരു ടെക്സ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മെസ്സേജ് അയക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ബോട്ട് ഇനാക്റ്റീവ് ആവുകയും നമ്മുടെ മാനുവൽ കമ്മ്യൂണിക്കേഷനിലോട്ട് ഈ കോൺവെർസേഷൻ സ്വിച്ച് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ക്ലയൻറ്റ് സൈഡിൽ നിന്ന് റിപ്ലൈ വന്നു കഴിഞ്ഞാൽ ആ ക്ലയൻറ്റ് നമുക്ക് റിപ്ലൈ ഉണ്ടാവും. നമ്മൾ ഇവിടുന്ന് തന്നെ മാനുവലായിട്ട് നമ്മുടെ ടീം മെമ്പേഴ്സ് റിപ്ലൈ ചെയ്യേണ്ടി വരും. അതുപോലെ ഈ മെസ്സേജ് റൈറ്റിംഗ് സെഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെയാണ് നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കേണ്ടത്. അതുപോലെ ഇപ്പോൾ സെഷൻ ഇല്ലാത്ത കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് മെസ്സേജ് നമ്മളെടുത്ത് സെൻഡ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫ്ലോ സെൻഡ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ഓപ്ഷൻസ് ആണ് ഇവിടെ ഫയൽ അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഒരു സിംഗിൾ ഫയൽ അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻസ് യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് പോസിബിൾ ആണ്. അല്ല, നമുക്ക് മീഡിയ ലൈബ്രറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് മൾട്ടിപ്പിൾ ഫയൽസ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കീപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മൾട്ടിപ്പിൾ ഫയൽസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കീപ്പ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതിപ്പോൾ ഒരു PDF ഫയൽ ആയിക്കൊള്ളട്ടെ, ഒരു വീഡിയോ ക്രിയേറ്റീവ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു ഇമേജ് ഫയൽ ആവട്ടെ, അങ്ങനെയുള്ള എല്ലാ ഫയൽസും നമുക്ക് അറ്റ് എ ഗോ, ഇൻ എ സിംഗിൾ ഗോ നമ്മുടെ കംപ്ലീറ്റ് ടീം മെമ്പേഴ്സിന് ഇത് മൊത്തം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതായത് എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സ് നമ്മുടെ യൂസേഴ്സിന് അയച്ചു കൊടുക്കണമെങ്കിൽ ഈസി ആയിട്ട് അവർക്ക് ഇവിടുന്ന് അത് സെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒരു ഫയൽ അത്യാവശ്യമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവരത് സെർച്ച് ചെയ്ത് ടൈം കളയേണ്ട ആവശ്യം വരില്ല. അവർക്ക് ഈസി ആയിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ഒരു റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് അവർ ക്ലയൻസിന് അയച്ചു കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതുപോലെ മറ്റൊരു ഓപ്ഷനാണ് ഇവിടെ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്ത് സെൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അലോ കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ പെർമിഷൻ ആക്റ്റീവ് ആക്കിയാൽ ഇപ്പോൾ വോയിസ് ഓൾറെഡി റെക്കോർഡ് ആവുന്നുണ്ട്. നമ്മൾ ആ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ക്ലയൻറ്റിന്. അങ്ങനെ നമുക്ക് വോയിസ് മെസ്സേജസും പ്ലാറ്റ്ഫോം ത്രൂ സെൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് അവൈലബിൾ ആണ്. പിന്നെ ഈ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മൾ കസ്റ്റം ഫീൽഡ്സ് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇവിടെ നമുക്ക് കോൺടാക്റ്റ് ID ഒരെണ്ണം ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ ആഡ്സ് എന്ന് വരുന്ന കസ്റ്റമർ ആണെങ്കിൽ കസ്റ്റമറിൻ്റെ ആഡ് ഇൻഫർമേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ആഡ് ID ഇവിടെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കസ്റ്റമറിൻ്റെ ഫോൺ നമ്പർ അവൈലബിൾ ആണ്, കസ്റ്റമറിൻ്റെ കോൺടാക്റ്റ് ടൈം അവൈലബിൾ ആണ്, ലാസ്റ്റ് കോൺടാക്ട് കൺട്രി ഏതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അവൈലബിൾ ആണ്, ഏത് ചാനലാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പോസിബിൾ ആണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ടാഗ്സ് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഈ കസ്റ്റമറെ ഞാൻ കോൺടാക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ കസ്റ്റമർ മേ ബി ഒരു ഡെമോ റിക്വസ്റ്റ് ചെയ്തൊരു കസ്റ്റമർ ആണെന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഡെമോ ഷെഡ്യൂൾഡ് കേസ് ആണെങ്കിൽ നമുക്കിവിടെ ടാഗ് ഒരു ഡെമോ ഷെഡ്യൂൾഡ് എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യാം.
ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഡെമോ കൊടുക്കുന്ന കസ്റ്റമറാണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വേറൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ടാഗ്സ് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഈ സിസ്റ്റത്തിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഡെമോ ഗീവൺ എന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ്. അപ്പോൾ ഡെമോ ഗീവൺ എന്ന് പറഞ്ഞ ടാഗ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഈ ലീഡിന് നമുക്ക് വന്നൊരു കോൺടാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നൊരു പുതിയ ലീഡാണ്. ആ ലീഡിനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മുടെ CRM സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള പ്രൊവിഷൻസ് അവൈലബിൾ ആണ്. ഈ CRMലേക്ക് നമുക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ്ലി ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഇവിടുന്ന് ഒരു പേര് സേവ് ചെയ്യുക, CRMലേക്ക് കോൺടാക്റ്റ് നമ്മൾ സേവ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഇതിന് നമ്മുടെ പൈപ്പ് ലൈനിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഏത് പൈപ്പ് ലൈനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ പൈപ്പ് ലൈനിലോട്ട് നമുക്ക് ഇതിന് വേണമെങ്കിൽ ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ നമ്മുടെ ഇൻബോക്സിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന നമ്മൾ നോട്ട്സ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ഈ നോട്ട്സിൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള നോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്ലയൻറ്റ് ഷെഡ്യൂൾഡ് ഡെമോ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്കൊരു നോട്ട് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇനിഷ്യലി ഒരു നോട്ട് ആഡ് ചെയ്യാം. ആ നോട്ട് ഏത് യൂസറാണ് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ള രീതിയിൽ അത് സേവ് ആവും. അതുപോലെ നമ്മുടെ ഒരു റിയൽ ടൈം ബേസിസ് തന്നെ ആവും ഈ ഡീറ്റെയിൽസ് ഇവിടെ സേവ് ആവാം. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ നോട്ട്സ് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ രണ്ടാമത് ഒരു ടെസ്റ്റിംഗ് പർപ്പസ് എന്നൊരു നോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് നമുക്കിവിടെ നോട്ട്സ് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് പോസിബിൾ ആണ്. നമുക്ക് നോട്ട്സ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ നോട്ട്സ് ഡിലീറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസും അവൈലബിൾ ആണ്. റിക്വയർഡ് ആയിട്ടുള്ള യൂസേഴ്സിന് ആ പെർമിഷൻസ് നമുക്ക് കൊടുക്കാം. അതുപോലെ അതിനുശേഷമാണ് നമുക്കിവിടെ ഡ്രിപ്പ് ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഡ്രിപ്പ് ക്യാമ്പയിൻസ് നമ്മൾ മെയിൻലി യൂട്ടിലൈസ് ചെയ്യുന്നത് ഒരു കസ്റ്റമറിനെ റീടാർഗറ്റ് ചെയ്യാനും നമ്മുടെ പ്രൊഡക്റ്റ്സ് അപ്സെൽ ചെയ്യാനും അതുപോലെ നമ്മൾ കസ്റ്റമേഴ്സിനെ നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് റിമൈൻഡേഴ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു എൻക്വയറി നടത്തുന്ന ഒരു കസ്റ്റമറിനെ നമ്മളൊരു 3 days കഴിഞ്ഞിട്ട് ആ കസ്റ്റമർ ഈ പ്രൊഡക്റ്റ് എൻക്വയറി ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇത് യൂസ് ചെയ്താൽ അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ഇൻറ്റിമേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഡ്രിപ്പ് ക്യാമ്പയിൻ ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ആഫ്റ്റർ 3 days, ആഫ്റ്റർ 7 days ഓഫ് ടൈം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ടെസ്റ്റിമോണിയൽ കൈൻഡ് ഓഫ് വീഡിയോസ് നമുക്ക് ഈ ക്ലയൻസിന് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള പേഷ്യൻസും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ടീം ഇൻബോക്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ടീം ഇൻബോക്സിൽ എങ്ങനെയാണ് നമ്മൾ കോൺടാക്റ്റ് ആഡ് ചെയ്യുന്നതെന്ന് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിലുള്ള 4 സെക്ഷൻസ് എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ എങ്ങനെയാണ് നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്യുന്നതെന്നും ഈ വീഡിയോയിലൂടെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.